പ്രാദേശികമായി പല വിഷയങ്ങൾ ചർച്ചയായിട്ടുള്ള അത് എല്ലാ മുന്നണികളിലും ഇപ്പോൾ UDF-ലാണെങ്കിലും LDF-ലാണെങ്കിലും വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയെ സംബന്ധിച്ച് എന്തൊക്കെയായിരിക്കും മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും വിഷയം ചർച്ചയാകാറുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അത് വലിയ ആയുധമാക്കാറുണ്ട് മുന്നണികൾ. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം എന്നതിൽ ഊന്നി നിൽക്കുന്ന UDF ഒരു ഭാഗത്ത്, ഉള്ള സീറ്റുകൾ പഞ്ചായത്തുകളൊക്കെ എങ്ങനെ നിലനിർത്താമെന്ന് ആലോചിക്കുന്ന LDF മറ്റൊരു ഭാഗത്ത്. എന്താണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പരിശോധിക്കാം. ഇനി എന്തൊക്കെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുക എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ഇടുക്കിയുടെ ചുറ്റും കൊടുമുടികളുടെയും വനശേഖരങ്ങളുടെയും കനം വെച്ച മൗനത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇടുക്കി ജില്ല. ഇടതൂർന്ന തുലാവർഷ പെയ്ത്തിനിടയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം ശാന്തമാണ്. അതിസങ്കീർണതകളോ നാടകീയതകളോ ഇല്ലാത്ത ഇടുക്കി ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടം. നമുക്ക് കണക്കുകൾ പരിശോധിക്കാം. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ആകെ 16 ഡിവിഷനുകളാണുള്ളത്. അതിൽ 10ഉം LDF-ന്റെ കയ്യിൽ, മിച്ചമുള്ള 6 UDF-ന്. BJP-ക്ക് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ സീറ്റുകളില്ല. എന്നാൽ UDF-ലെ 6 സീറ്റുകളിൽ 4 എണ്ണവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെതാണ്. എന്ന് വെച്ചാൽ മുന്നണിയിൽ കോൺഗ്രസിനെ ജോസഫ് വിഭാഗം മറികടക്കുന്ന അപൂർവ കാഴ്ച. ഇടുക്കി ജില്ലയിൽ 2 മുനിസിപ്പാലിറ്റികളാണുള്ളത്, തൊടുപുഴയും കട്ടപ്പനയും. കട്ടപ്പന UDF-ന്റെ ഉരുക്കുകോട്ടയാണ്, UDF ഭരണസമിതിയാണ്. എന്നാൽ BJP-ക്ക് ശക്തിയുള്ള തൊടുപുഴയിൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശേഷമാണ് UDF അധികാരം പിടിച്ചെടുക്കുന്നത്. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. ജില്ലയിൽ ആകെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. 4 എണ്ണം UDF-ന്റെ കയ്യിലും 4 എണ്ണം LDF-ന്റെ കയ്യിലും. ഇനി അവസാനമായി ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകളാണ്. ജില്ലയിൽ ആകെ 52 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതിൽ 30 എണ്ണവും LDF ഭരിക്കുന്നു. ബാക്കിയുള്ള 21 എണ്ണം UDF-ന്റെ കയ്യിൽ. അവസാനിക്കുന്ന 1 അത് കാഞ്ചിയാർ പഞ്ചായത്താണ്. അവിടെ BJP-യുടെ പ്രസിഡന്റ് ആണെങ്കിലും ഭൂരിപക്ഷം UDF-നാണ്. സംവരണാടിസ്ഥാനത്തിൽ പ്രസിഡന്റ് സ്ഥാനം BJP അംഗത്തിന് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാണി ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റം പ്രതിഫലിച്ച ഇടമാണ് ഇടുക്കി. എന്നാൽ ഇത്തവണ അതിന്റെ ആവർത്തനമായിരിക്കില്ല. ഇടുക്കിയുടെ ശാന്തതയ്ക്കുള്ളിൽ അടിയൊഴുക്കുകൾ ശക്തമാണ്. കുതികാൽ വെട്ടലുകളും വോട്ടുമാറ്റിക്കുത്തലുകളും ഉണ്ടായേക്കാം. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, പ്രാദേശികമായിട്ട് അടിയൊഴുക്കുകൾക്ക് സാധ്യതയുള്ളൊരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയെ സംബന്ധിച്ച് LDF UDF എങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് അവർ നിലനിർത്തി പോരുന്ന ചില പഞ്ചായത്തുകളൊക്കെയുണ്ട്, വാർഡുകളുണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശം ഓരോ തവണയും മുന്നണികൾക്കുണ്ട്. പക്ഷേ BJP സംബന്ധിച്ച് തൊടുപുഴയിൽ നിന്ന് അങ്ങോട്ട് കയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വലിയ രീതിയിൽ അവിടെ വേരൂന്നാനൊന്നും സാധിക്കാത്ത സാഹചര്യവുമുണ്ട്. ഇത്തവണ ഏത് തരത്തിലായിരിക്കും മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? തന്നെ ഒരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇടുക്കിയുടെ ചിത്രം പരിശോധിക്കുന്നത്. അടിമാലി ഉണ്ടായിട്ടുള്ള ദുരന്തം വലിയ തോതിൽ ആ മേഖലയെ ബാധിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ നിലയിൽ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചിട്ടുള്ള മേഖല, അത്തരം വിഷയങ്ങൾ വലിയ തോതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ദുരിതബാധിതരായ മനുഷ്യർ ഏത് നിലയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വന്യജീവി ആക്രമണങ്ങളാണ്. നിരവധി വന്യജീവി ആക്രമണങ്ങളിൽ ഒട്ടേറെ പേരുടെ ജീവൻ നഷ്ടമായ ജില്ലയാണ് ഇടുക്കി. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാകും എന്നുള്ളതാണ്. ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ ചില കൗതുകകരമായ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ഇടുക്കി ജില്ല ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലം, ഇടുക്കി പാർലമെന്റ് പരിശോധിച്ചാൽ അത് UDF-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഡീൻ കുര്യാക്കോസ് MP പാർലമെന്റ് പ്രതിനിധിയായിട്ടുള്ള മേഖലയാണ്. എന്നാൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ആകെയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ, ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 എണ്ണവും LDF-ന്റെ പക്കലാണ്, 1 എണ്ണം മാത്രമാണ് UDF-നുള്ള. അങ്ങനെയുള്ള ഒരു ചില വൈരുദ്ധ്യങ്ങൾ ആ ജില്ലയിൽ കാണാൻ കഴിയും. ജില്ലാ പഞ്ചായത്ത് എടുത്തു നോക്കിയാൽ തന്നെ LDF-ന് ഭൂരിപക്ഷമുണ്ട്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ UDF-നും LDF-നും സമാസമമാണ്. മറിച്ച് ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് നോക്കിയാൽ വലിയ തോതിലുള്ള ഏതാണ്ട് 10 ഗ്രാമപഞ്ചായത്തുകൾ അധികം LDF-ന്റെ പക്കലുണ്ട് എന്നുള്ള ചില കൗതുകകരമായ കാര്യങ്ങൾ ജില്ലയുടെ കണക്കുകൾ എടുത്ത് പരിശോധിക്കാൻ കഴിയും. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടുക്കി ജില്ലയുടെ ഒരു പൊതു സ്വഭാവം നോക്കുമ്പോൾ ഇത് UDF എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിൽ UDF-ന് മുൻതൂക്കമുള്ള ജില്ലയാണ്. പക്ഷേ മാത്രമല്ല പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളേറെ ചർച്ചയാകുന്ന ജില്ലയാണ്. മുന്നണി മാറ്റങ്ങൾ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം വോട്ടാവുന്ന ജില്ല കൂടിയാണ് ഇടുക്കി.